ഹായ് ഓൾ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബട്ടൺ ഹോൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ യൂണിഫോമിനൊക്കെ ബട്ടൺ ഹോള് ഞാൻ കൈത്തുന്നായിട്ടാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ എത്രത്തോളം പെർഫെക്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതി തന്നെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഭംഗിയിലാണ് ചെയ്ത് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബട്ടൺ ഹോൾ ചെയ്യുക എന്നുള്ളത്, അതും നമുക്ക് സാധാരണ മെഷീൻ വെച്ചിട്ട് ഓരോ ഡ്രസ്സ് ചെയ്തെടുക്കുമ്പോൾ ബട്ടൺ ഹോൾ ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് മെഷീൻ ഒന്നും വേണമെന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ നിങ്ങൾക്കിത് ഒന്ന് കാണിക്കാം എന്ന് ഉദ്ദേശിച്ചിട്ട് വന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലെയിൻ ആയിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലോത്ത് എടുത്തത് നമുക്ക് ആ ഒരു ബട്ടൺ ഹോൾ തുന്നുന്ന സമയത്ത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. യൂണിഫോമിൻ്റെ തന്നെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ യൂണിഫോമിൻ്റെ ഈ ഒരു പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു കേട്ടോ. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് യൂണിഫോമിലൊക്കെ പോക്കറ്റ് വെക്കുക എന്നുള്ളത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി അതിന് ശേഷം പിന്നീട് നമ്മൾ യൂണിഫോമിൻ്റെ പാൻറ്റ് അതുപോലെ തന്നെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ചാനലിൽ നമ്മൾ 130ഓളം സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഓരോ വീഡിയോയും പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ എളുപ്പമായിട്ട് ഞാനതൊക്കെ ഒരു പ്ലേലിസ്റ്റായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതായത് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ മുഴുവനായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസാണ്, 130ഓളം വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോട്ട് തയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, ബട്ടൺ തുന്നാനായിട്ട് അത് പ്രത്യേകമായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാം കൂടെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ മിസ്സാവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഒരു ക്ലോത്തിൽ ഞാൻ ഈ ഒരു സംഭവം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം കാണിക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഏത് ബട്ടൺസിനാണ് ഈ ഒരു ഹോള് വെക്കുന്നതെന്ന് ആദ്യം അറിയണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏകദേശം ബട്ടൺ പോകുന്ന അത്രയും ഗ്യാപ്പിൽ നമുക്കിവിടെ ചെറുതായിട്ട് ഒന്നുകിൽ ഈ ഒരു രീതിയിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. ഈ ഒരു ബട്ടൺ ഏകദേശം കയറിപ്പോകുന്ന ആ രീതിക്ക് വേണം നമുക്ക് ഈ ഒരു ലൈൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നൈറ്റാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ക്ലാരിറ്റിക്ക് കുറവുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ മെയിൻ ഡ്രസ്സാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാനിവിടെ ഇപ്പോൾ ഒരു റഫായിട്ടൊരു ക്ലോത്താണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാർക്കിങ്ങിന് കറക്റ്റായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മെഷീനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കട്ടിങ് വരിക. അപ്പോൾ ഇപ്പം ഞാൻ മെഷീനിലല്ല, കൈത്തുന്നായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് വേണം, ഈ ഒരു കട്ടിങ് ആദ്യമേ ചെയ്യാം. അപ്പോൾ കട്ടിങ് നമ്മൾ മാർക്ക് ചെയ്ത് അത്രയും ഗ്യാപ്പിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ടിങ് ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇത്രയും ഗ്യാപ്പിൽ ഞാനിവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ലോക്ക് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ലോക്കിംഗ് ആണ് നിങ്ങൾക്ക് മെയിനായിട്ട് കാണിക്കാനായിട്ട് ഞാൻ വന്നേക്കുന്നത്. 2 ഇഴയുള്ള നൂലാണ് ഞാൻ ഈ ഒരു സൂചിയിൽ കോർത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതാണ് മുകൾ വശം അല്ലെങ്കിൽ ഇതാണ് മുകൾ വശം, അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത് മുകൾ വശത്തായിട്ടാണ്. അപ്പോൾ ഉൾവശത്തോട്ടൊന്ന് നമ്മൾ സൂചി കുത്തി കൊണ്ടുവരണം. ഉൾവശത്തുനിന്ന് നമ്മൾ ചെറിയ രീതിയിലൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ത്രെഡിൻ്റെ അറ്റത്തോട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. എന്നിട്ട് ഇതേ ലെവലിൽ, അതായത് ഈ ഒരു കട്ടിങ്ങിൻ്റെ നമ്മൾ ഈ ഒരു സൂചി കുത്തി വെച്ചിട്ടുള്ള അതേ പോർഷനിൽ തന്നെ നമ്മൾ മുഴുവനായിട്ട് ഇതിന് ചുറ്റോടും തുന്നിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് സൂചി ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഈ ത്രെഡിനെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഓപ്പൺ ചെയ്ത ഭാഗമില്ലേ, ആ ഭാഗത്ത് നിന്ന് വീണ്ടും നമ്മൾ എവിടെയാണോ കുത്തിക്കൊണ്ടുവന്നത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ വീണ്ടും ആ ഒരു സൂചിയെ കൊണ്ടുവരിക. നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ഭാഗത്തേക്ക് കൂടിയാണ് ഉള്ളിലേക്ക് എടുത്തേക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു രീതിയിലേക്ക് കൂടി ഈ ഒരു ത്രെഡിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊരു ചെറിയ രീതിയിലൊരു കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ത്രെഡിനെ മുകളിലോട്ട് വെക്കുക. നമ്മൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് ഈ ഒരു ത്രെഡിനെ വെക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് നമ്മൾ സൂചി കുത്തിക്കൊണ്ടുവന്നില്ലേ ആ ഒരു ഭാഗത്തേക്ക് ഇതേ ലെവലിൽ അത്രയും ലെവൽ കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് നമ്മളിത് ഇതുപോലെ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ത്രൂ ഔട്ടായിട്ട് ചെയ്തങ്ങ് പോവുക കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ്സ് കറക്റ്റായിരിക്കുക. നമ്മൾ ത്രെഡ് എടുക്കുന്നതും അതുപോലെ തന്നെ സൂചി കുത്തി നിർത്തുന്നതും ഒക്കെ ലെവൽ കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് കിട്ടും കേട്ടോ. ഒരു 2-3 തവണ നിങ്ങൾക്ക് ഇതുപോലെ സൂചി കയറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ത്രെഡിൻ്റെ ഒക്കെ ഇതുപോലുള്ള കുറച്ച് കെട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ യൂണിഫോമിൻ്റെ കുറച്ച് പാർട്ടായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ബട്ടൺ ഹോൾ എന്തായാലും വേണ്ടതാണ്. അതായത് കുട്ടികളുടെ ഷർട്ട് പോലുള്ള ഡ്രസ്സിനൊക്കെ ബട്ടൺ ഹോൾ നിർബന്ധമായിട്ട് വേണ്ടതാണ്. എല്ലാവർക്കും മെയിനായിട്ടുള്ള ഹൈ സ്പീഡ് മെഷീൻ ഉണ്ടാവണം എന്നില്ല. ഞാൻ സാധാരണ മെഷീനോടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലുള്ള മെഷീൻ വെച്ചിട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇതെന്തായാലും യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ വളരെ കുഞ്ഞു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, എന്തായാലും ത്രൂ ഔട്ടായിട്ട് നമ്മൾ ഇതേ രീതിയിലൊന്ന് തുന്നി അങ്ങ് പോവുക കേട്ടോ. ത്രെഡ് ഇച്ചിരി ലെങ്ത്തിൽ തന്നെ നിങ്ങൾ എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു തുന്നിയ ഭാഗം നോക്കിക്കേ, ഇതിൻ്റെ ത്രെഡിൻ്റെ ഈ ഒരു ഭാഗം ലോക്കായിട്ട് കിടക്കും കേട്ടോ. മുകൾ ഭാഗം ലോക്കായിട്ട് കിടക്കും. അതുപോലെ തന്നെ ഉൾവശം നോക്കിക്കേ, നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒട്ടും എന്താ പറയുക ബോറില്ലാതെ നല്ല ഭംഗിയിൽ കിട്ടും. ഇച്ചിരിയും കൂടെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പക്ഷെ അത് അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് ഇത് കാണിക്കുമ്പം നമുക്കങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെങ്ങനെയാണ് ലോക്കായി വരുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ഗ്യാപ്പിട്ട് ഞാനൊന്ന് കാണിക്കുന്നത്. നമ്മൾ മെയിൻ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ചിട്ടാണ് ചെയ്തെടുക്കുക. ഇത് ഫൈനലി നമ്മൾ ലോക്ക് ചെയ്ത് അങ്ങ് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് എത്താറായി. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് ഞാൻ നേരത്തെ ഇതുപോലെ തന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് 2-3 ഇതുപോലെ തുന്നൽ കൊടുക്കുക. എങ്കിൽ മാത്രമേ അത് അവിടെ പ്രോപ്പറായിട്ട് കിടക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സൂചിയെ നമുക്ക് ഉൾവശത്തോട്ട് കയറ്റി കൊടുക്കാം. ഉൾവശത്തോട്ട് കയറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തൊന്ന് കെട്ടിയിട്ട് നിർത്തുക കേട്ടോ. കഴിഞ്ഞു, ഇത്ര മാത്രമേ ഉള്ളൂ. ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെട്ടി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ നോക്കിക്കേ, നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഈ ഒരു ലോക്കിങ് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ അടുപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു തുന്നൽ കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ അതെ നമുക്ക് ഈ ഒരു എൻഡിൽ വരുമ്പോൾ ഈ ഒരു ത്രെഡ് ഇവിടെ ബ്ലോക്കായിട്ടുണ്ട്. ബ്ലോക്കായിട്ട് കിടക്കും കേട്ടോ. ത്രെഡൊന്നും ഇളകി പോരാൻ ചാൻസ് ഇല്ലാതെ ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മൾ വെട്ടിക്കൊടുത്ത ഭാഗത്തുള്ള ത്രെഡൊന്നും പുറത്തോട്ടൊന്നും വരാതെ നല്ല പെർഫെക്റ്റായിട്ട് അതവിടെ കിടന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബട്ടണൊന്ന് ഇട്ട് നോക്കാം.
ഇതേ ബട്ടൺ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ടണേക്കാളും ഒരുപാട് എന്താ പറയുക വലുപ്പത്തിലൊന്നും നമുക്ക് ഈ ഒരു ഹോള് വെക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് അതേ സെയിം ലെവലിൽ തന്നെ നമുക്ക് ഹോള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് കൈത്തുന്നായിട്ട് പോലും ബട്ടൺ ഹോള് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് ഞാൻ തയ്ച്ച് കൊടുക്കുന്ന കോട്ടിനും എല്ലാത്തിനും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇച്ചിരിയും കൂടെ അടുപ്പിച്ചിട്ടാണ് ഈ ഒരു തുന്നലൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരുപാട് സ്റ്റിച്ചിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോസ് അല്ലെങ്കിൽ യൂണിഫോമിൻ്റെ ഒക്കെ വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.